ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് യു ഹാവ് ടു സ്റ്റഡി ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ്. സോ അത് മെയിൻലി രണ്ട് രീതിയിലാണ് വരുന്നത്, റേറ്റിംഗ് സ്കെയിൽസ് ആൻഡ് റാങ്കിങ് സ്കെയിൽസ്. റേറ്റിംഗ് സ്കെയിലിൽ വരുന്നതാണ് ഡിക്കോട്ടമസ് സ്കെയിൽസ്, കാറ്റഗറി സ്കെയിൽ, ലിക്കർട്ട് സ്കെയിൽ, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ്, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽസ്, numerical scales, graphic rating scale, fixed or constant scales. Okay. Ranking scales വരുന്നതാണ് paired comparison, comparative scale, forced choice. ഇനി നമുക്ക് റേറ്റിംഗ് സ്കെയിലിലെ ഡിക്കോട്ടമസ് സ്കെയിൽസ്, കാറ്റഗറി സ്കെയിൽസ്, ലിക്കർട്ട് സ്കെയിൽ, സെമാൻറ്റിക് സ്കെയിൽസ് ആൻഡ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ് ഇത്രയും വരെയുള്ളത് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, എന്താണ് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത്? Rating means measuring an attribute by judgment in range. So റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? ആറ്റിറ്റ്യൂഡ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിൽസിനെയാണ് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ദീസ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ആറ്റിറ്റ്യൂഡ്സും അതേമാതിരി തന്നെ ആറ്റിറ്റ്യൂഡിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേറ്റിംഗ് സ്കെയിൽസ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. ഫോർ എക്സാമ്പിൾ, എ കൺസ്യൂമർ ഈസ് ആസ്ക്ഡ് ടു റേറ്റ് എ ഗിവൺ മോഡൽ ഓഫ് TV സെറ്റ് ആസ് ടു ഇറ്റ്സ് പെർഫോമൻസ്. അതല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ റേറ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഇൻ ആൻ ഓർഗനൈസേഷൻ. അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് പെർഫോമൻസ്, അതിനെ റേറ്റ് ചെയ്യുക, ഓരോ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് റേറ്റ് ചെയ്യുക. അതൊക്കെ എന്താണ് റേറ്റിംഗ് സ്കെയിൽസിന് എക്സാമ്പിൾ ആയിട്ട് വരും. സോ റേറ്റിംഗ് സ്കെയിൽസിൽ എന്താണ്, ഈ സ്കെയിലിൽ കുറേ പോയിന്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ കാറ്റഗറീസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നതിന് ശേഷം മാർക്ക് ചെയ്യാനാണ് പറയുക. ഓരോന്നിനും റേറ്റ് ചെയ്യാൻ പറയും, ഓരോ പോയിന്റ് റേറ്റ് ചെയ്യാൻ പറയും. അതിനനുസരിച്ച് നമുക്ക് എന്താണോ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റ് സ്റ്റഡി ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് റേറ്റിംഗ് സ്കെയിൽ. ഇനി ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ഡിക്കോട്ടമസ് സ്കെയിൽ. ഇതൊക്കെ നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഫോം ചെയ്യാൻ. ഇന്നിപ്പോൾ എന്താണ് നമ്മൾ ഡീൽ ചെയ്യുന്ന കുറച്ച് സെക്ഷൻസ് ഉണ്ട്, അങ്ങനത്തെ ആയിരിക്കും നിങ്ങൾ പ്രൊജക്റ്റിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു സ്കെയിലുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡാറ്റ കളക്ഷനൊക്കെ ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് വൺ ആണ് ഡിക്കോട്ടമസ് സ്കെയിൽ. ഇറ്റ് ഈസ് യൂസ് ടു ഡ്രോ ഔട്ട് എ യെസ് ഓർ നോ ആൻസർ. സോ ഈ സ്കെയിൽ കൊണ്ട് നമ്മൾ എന്താണ് യെസ് ഓർ നോ ആൻസർ ആണ് നമ്മളിവിടെ കണ്ടെത്താൻ നോക്കുന്നത്. നോമിനൽ സ്കെയിൽ ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ് ടു എലിസിറ്റ് ദ റെസ്പോൺസ്. നോമിനൽ സ്കെയിൽ എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നോമിനൽ സ്കെയിൽ ആയിരിക്കും ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് കാറ്റഗറീസ് മാത്രമായിരിക്കും, അതിനൊരു സ്പെസിഫിക് ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് യെസ് ഓർ നോ എന്നുള്ളൊരു ആൻസർ മാത്രമായിരിക്കും നമുക്കിതിൽ കിട്ടുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ നോക്കൂ. ഡു യു ഹാവ് എ ബൈക്ക്? സോ അതിൻ്റെ ജസ്റ്റ് ഒരു എന്താണ് ആൻസർ എന്ന് പറയുന്നത് യെസ് അല്ലെങ്കിൽ നോ. സോ ഇത്രയും ഒരു റെസ്പോൺസ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലിനെയാണ് ഡിക്കോട്ടമസ് സ്കെയിൽ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ, ആർ യു അവെയർ അബൌട്ട് ദിസ് പ്രോഡക്റ്റ്? ജസ്റ്റ് യെസ് ഓർ നോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ. സോ യെസ് ഓർ നോ എന്ന് പറയുമ്പോൾ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര്, ആൻഡ് നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര്, അങ്ങനെയായിട്ട് നമുക്ക് റെസ്പോൺസ് കളക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സ്കെയിലിനെയാണ് ഡിക്കോട്ടമസ് സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് കാറ്റഗറി സ്കെയിൽ. കാറ്റഗറി സ്കെയിലും നോമിനൽ സ്കെയിൽ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദി സ്കെയിൽ യൂസസ് മൾട്ടിപ്പിൾ ഐറ്റംസ് ടു ഡ്രോ ഔട്ട് എ സിംഗിൾ റെസ്പോൺസ്. മൾട്ടിപ്പിൾ ഐറ്റംസ് യൂസ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്നൊരു സിംഗിൾ റെസ്പോൺസ് എടുക്കുന്നതിനെയാണ്, അങ്ങനത്തെ ഒരു സ്കെയിലിനെയാണ് കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്നത്. ഹിയർ ഓൾസോ എ നോമിനൽ സ്കെയിൽ ഈസ് യൂസ് ടു എലിസിറ്റ് ദ റെസ്പോൺസ്. നമുക്ക് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നോമിനൽ സ്കെയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആ കാറ്റഗറീസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡർ ഒന്നും ഉണ്ടാവില്ല. സോ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാറ്റഗറി മാത്രം റെസ്പോണ്ടൻസ് സെലക്ട് ചെയ്യുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് സ്കെയിലിനെയാണ് കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ. വേർ ഡു യു റിസൈഡ് എന്നുള്ള ക്വസ്റ്റിന് കാറ്റഗറീസ് കൊടുക്കുന്നത് പാലക്കാടിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി, അത് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. മലപ്പുറം ഡിസ്ട്രിക്ട്, കാലിക്കറ്റ്, കണ്ണൂർ, അതർ എന്നുള്ള
ഓപ്ഷൻ കൊടുക്കുന്നു. സോ എന്താണ് ഇതിൽ നിന്ന് ഒരു സിംഗിൾ റെസ്പോൺസ്, പല മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ട്, അതിൽ നിന്ന് ഒരു സിംഗിൾ റെസ്പോൺസ് എടുക്കുന്നതിന് ആ ഒരു ടൈപ്പ് ഓഫ് സ്കെയിലിനെയാണ് കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് നോമിനൽ സ്കെയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാറ്റഗറീസിന് എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡർ ഒന്നും ഇല്ല. സോ അത് കാരണം തന്നെ ദിസ് ഇസ് എ നോമിനൽ സ്കെയിലാണ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കെയിലാണ്, നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഡെവലപ്ഡ് ബൈ സർ റൺസസ് ലിക്കർട്ട് ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി പോപ്പുലർ ഫോർ മെഷറിംഗ് ആറ്റിറ്റ്യൂഡ്സ്. സോ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്കർട്ട് സ്കെയിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുക. A Likert scale is what is termed as summated instrument scale. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? This means that the items making up a Likert scale are summed to produce a total score. So Likert scale വരുന്ന items എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? They are summed to produce a total score. വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് റെസ്പോണ്ടൻസ് തരുന്ന ആൻസർ വെച്ചിട്ട് നമ്മൾ ഫുൾ എന്താണ് ഒരു സ്കോർ ഡെവലപ്പ് ചെയ്യും. സോ ഒരു സമ്മേറ്റഡ് സ്കോറാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അത് കാരണം തന്നെ ഇതിനെ ഒരു സമ്മേറ്റഡ് ഇൻസ്ട്രുമെന്റ് സ്കെയിൽ എന്നാണ് ഈ ലിക്കർട്ട് സ്കെയിലിന് പറയാം. A Likert scale is a composite of itemized scale. It consists of a number of statements which expresses either a positive or negative attitude towards the object of interest. So നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് എന്താണോ അതല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്താണോ അതിനെ വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കളക്ട് ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം. ഓക്കെ, സോ അതിനനുസരിച്ച് നമ്മൾ എന്താണ് ഓരോരുത്തരും അതിനനുസരിച്ചിട്ടുള്ള അവർക്ക് എന്താണോ വരുന്നത്, സ്ട്രോങ്ലി എഗ്രി ചെയ്യാണോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട്, അതല്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുകയാണോ, അങ്ങനെ പറഞ്ഞിട്ട് അവരെ ഓരോന്നും മാർക്ക് ചെയ്ത് പോകും. സോ ഈ ഓരോ പോയിന്റിനും എന്താണ് ഓരോ കാറ്റഗറീസിനും ഓരോ പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് അവസാനം സം ചെയ്തതിന് ശേഷം ഒരു റെസ്പോണ്ടന്റിന് കിട്ടിയിട്ടുള്ള പോയിന്റ് എങ്ങനെയാണ്, അതല്ലെങ്കിൽ ടോട്ടൽ വരുന്ന ഒരു റെസ്പോണ്ടല്ല ടോട്ടൽ വരുന്ന പോയിന്റ് എത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു റെസ്പോണ്ടൻ്റ് അല്ല, ടോട്ടൽ എത്ര പേര് സ്ട്രോങ്ലി എഗ്രി ചെയ്തു ആ ഒരു ആറ്റിറ്റ്യൂഡിനോട്, അങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെയാണ്. അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനോട് എത്ര പേര് വന്നു, ഹയസ്റ്റ് പോയിന്റ് എത്രയാണ്, ലോവസ്റ്റ് പോയിന്റ് എങ്ങനെയാണ്, അങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാണ് ചെയ്യുന്നത് ലിക്കർട്ട് സ്കെയിലിൽ. So it is a number, it consists of a number of statements which expresses either a positive or negative attitude towards the object of interest. It is designed to measure the intensity with which an attitude is expressed. So ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ intensity measure ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്കർട്ട് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. The respondent is asked to agree or disagree with each statement. Each respondent is given a numerical score to reflect its degree of attitude favorableness. The respondents indicate their attitude by checking how strongly they agree or disagree with carefully constructed statements. സോ ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ഇത് പ്രൊസീജിയറാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. സോ റെസ്പോണ്ടൻസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, ഓരോ സ്റ്റേറ്റ്മെന്റിനും നേരെ അവർ സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നുണ്ടോ സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓരോ റെസ്പോൺസിനും എന്തുണ്ടായിരിക്കും, ഓരോ ന്യൂമറിക്കൽ സ്കോർ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അവരവരുടെ ആറ്റിറ്റ്യൂഡ് കാണിച്ചത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇഫ് ദേ സ്ട്രോങ്ലി എഗ്രി അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്ന സമയത്ത്. So we are studying their attitudes. ലിക്കർട്ട് സ്കെയിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു 5 ഗ്രേഡ് പോയിന്റ്സ് ആയിരിക്കും. സ്ട്രോങ്ലി എഗ്രി, ഇൻഡിഫറൻറ്റ്, ഡിസഗ്രി ആൻഡ് സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 ഗ്രേഡ് പോയിന്റ് ആയിരിക്കും എപ്പോഴും ലിക്കർട്ട് സ്കെയിലിന് ഉണ്ടാവുക. സ്ട്രോങ്ലി എഗ്രിയുടെ പോയിന്റ് ആണ് +2 വരും, എഗ്രിയുടെ പോയിന്റ് +1 വരും, ഇൻഡിഫറൻറ്റിൻ്റെ പോയിന്റ് 0 വരും, ഡിസഗ്രിയുടെ പോയിന്റ് -1 വരും, സ്ട്രോങ്ലി ഡിസഗ്രിയുടെ പോയിന്റ് -2 വരും. സോ ഇങ്ങനെയാണ് ലിക്കർട്ട് സ്കെയിലിൽ ഒരു അല്ലെങ്കിൽ ആ സ്കെയിൽ ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് നേരെയായിട്ട് സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നെങ്കിൽ റെസ്പോണ്ടൻസ് സ്ട്രോങ്ലി എഗ്രി ചെയ്യും എന്ന് പറയും. ആൻഡ് സ്ട്രോങ്ലി ഡിസഗ്രി ആണെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറഞ്ഞിട്ട് വരും. സോ അവസാനം ഈ ഓരോ പോയിന്റിനും ഓരോ വാല്യൂ ആണ്. ഇപ്പോൾ +2 +1 +0 -1 -2 എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. സോ ടോട്ടലായിട്ട് അവസാനം എത്ര പേര് ടോട്ടൽ എത്ര സ്ട്രോങ്ലി എഗ്രി വന്നു, ടോട്ടൽ എത്ര സ്ട്രോങ്ലി ഡിസഗ്രി വന്നു എന്നുള്ളത് ഈ പോയിന്റ് ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യും. സോ അങ്ങനെ നമ്മൾ ആറ്റിറ്റ്യൂഡ് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ലിക്കർട്ട്, അല്ലെങ്കിൽ അങ്ങനെ ആറ്റിറ്റ്യൂഡ് സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് ലിക്കർട്ട് സ്കെയിൽസ് എന്ന് പറയുന്നത്.
ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്നതാണ് ടി വി അഡ്വർടൈസ്മെന്റ് ഇസ് മൊണോട്ടണസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. എന്നിട്ട് റെസ്പോണ്ടൻസിന്റെ അടുത്ത് പറയുന്നു ഇതിനോട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യാൻ. ലൈക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഈ ഒരു പോയിന്റിൽ ഏത് വേണമെങ്കിലും സ്ട്രോങ്ലി എഗ്രി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഫുള്ളി എഗ്രി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ്ലി എഗ്രി, അതല്ലെങ്കിൽ എഗ്രി എന്ന് മാത്രം കൊടുക്കാം. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ആൾക്കാരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു എൻവയോൺമെൻറ്റ് ടോട്ടൽ എക്സ്പീരിയൻസ് എത്രയായി എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് മെയിൻലി എന്താണ് ഈ ഒരു ലിക്കർട്ട് സ്കെയിൽ പോലെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ സ്ട്രോങ്ലി എഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു 5 പോയിന്റ് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവസാനമാവുന്ന സമയത്ത് ലൈക്ക് വി വിൽ ടിക്ക് ഓൺ ഇറ്റ്. ഓക്കെ, സ്ട്രോങ്ലി എഗ്രി ആണെങ്കിൽ സ്ട്രോങ്ലി അഗ്രി, അല്ലെങ്കിൽ ഇത്രയും ഇത് കൊടുക്കുന്നു, റേറ്റ് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലിക്കേർഡ് സ്കെയിൽ. ഓക്കെ, typically each scale item will have 5 categories with scales values ranging from -2 to +2 with 0 as neutral response. സോ നമ്മൾ എഗ്രിയും ചെയ്യുന്നില്ല ഡിസഗ്രിയും ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് ന്യൂട്രൽ ആയിട്ട് നിൽക്കും. വി ഡോണ്ട് ഹാവ് എൻ ഒപ്പീനിയൻ. സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് എ ലിക്വിഡ് സ്കെയിൽ ആണ്. ഫസ്റ്റ് എന്താണ്, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. സോ വി ഹാവ് ടു ചൂസ് ദ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കളക്ട് ദ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സോ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഫുള്ളി ആ ഒരു സ്റ്റഡീനെ അല്ലെങ്കിൽ നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡിനെയാണോ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് റിസർച്ചർ കളക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് വേർഡിംഗ്. വേർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റേറ്റ്മെന്റിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വേർഡിംഗ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകളോ അല്ലെങ്കിൽ ആംബിഗ്യസ് വേർഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സെന്റൻസുകളൊക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള വേർഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ളതൊക്കെയാണ് നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോണ്ടൻസിന് മനസ്സിലാകുന്ന ടൈപ്പ് ഓഫ് വേർഡ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നെക്സ്റ്റ് വൺ ആണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ കളക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അഡ്മിനിസ്റ്റർ ട്രയൽ ടെസ്റ്റ്. ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈനൽ സ്കെയിൽ ഷുഡ് ബി ഡൺ ഓൺ ദ ബേസിസ് ഓഫ് എ പൈലറ്റ് സ്റ്റഡി. സോ പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഒരു കൂട്ടം പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫുൾ പോപ്പുലേഷൻ്റെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഒരു ചെറിയൊരു സ്റ്റഡി നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ സ്റ്റേറ്റ്മെന്റ്സ് വി ഹാവ് കളക്റ്റഡ് ലീഡ്സ് ടു ദ കറക്റ്റ് ആൻസർ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ബെറ്റർ ടു കണ്ടക്ട് എ പൈലറ്റ് സ്റ്റഡി ബിഫോർ ഗിവിംഗ് ദ സ്കെയിൽ അല്ലെങ്കിൽ ബിഫോർ ഗിവിംഗ് ദ ക്വസ്റ്റ്യനയർ ടു ദ എൻറ്റയർ പോപ്പുലേഷൻ. സോ പൈലറ്റ് സ്റ്റഡി നടത്തുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് സ്ക്രൂട്ടിനി ആൻഡ് എഡിറ്റിംഗ്. സോ ആഫ്റ്റർ കണ്ടക്ടിങ് എ പൈലറ്റ് സ്റ്റഡി വിൽ ഗെറ്റ് ടു നോ വിച്ച് സ്റ്റേറ്റ്മെന്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ റിസൾട്ട് ഓർ വിച്ച് സ്റ്റേറ്റ്മെന്റ് will have a bad impact, like will not give the correct result that we assume അല്ലെങ്കിൽ that we need. സോ അങ്ങനത്തെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യണം, അങ്ങനത്തെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിനെയാണ് സ്ക്രൂട്ടിനി ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫൈനൽ സെലക്ഷൻ. ഫൈനൽ സെലക്ഷനിൽ എന്താ പറയുന്നത്, ഫൈനൽ സെലക്ഷനിൽ ഇറ്റ്സ് ജസ്റ്റ് മീൻസ് ദാറ്റ് നമ്മൾ ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഫോം ചെയ്തതിന് ശേഷം ദ ഫൈനൽ സെലക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്, അത്ര തന്നെയാണ് ഫൈനൽ സെലക്ഷനിൽ വരുന്നുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി എൻഷുർഡ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് റെപ്രസെന്റ് ദ ഹോൾ യൂണിവേഴ്സ്. സോ എൻറ്റയർ പോപ്പുലേഷൻ അല്ലെങ്കിൽ എൻറ്റയർ ആറ്റിറ്റ്യൂഡ്, നമ്മൾ ഏതിനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ഫുള്ളി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി ഉറപ്പിക്കണം. So these are the steps in construction of a Likert scale. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എംപ്ലോയി പെർഫോമൻസ് സർവേനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് വി ആർ സ്റ്റഡിങ് ആൻഡ് ആറ്റിറ്റ്യൂഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ കുറേ സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിന് നേരത്തെ നോക്കൂ, സ്ട്രോങ്ലി എഗ്രി, എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറഞ്ഞിട്ട് 5 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഈച്ച് റെസ്പോണ്ടന്റ് ഹാസ് ടു ഗിവ് എബൌട്ട് ദെയർ, അല്ലെങ്കിൽ ആ ഒരു ഇവർക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം അവരതിനോട് എത്രത്തോളം സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി എഗ്രിയിൽ മാർക്ക് ചെയ്യും, എഗ്രി മാത്രമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എഗ്രിയിൽ മാത്രം ചെയ്യും, സ്ട്രോങ്ലി ഡിസഗ്രി ആണെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രിയിൽ വരും. ആൻഡ് അവസാനം എല്ലാ റെസ്പോണ്ടൻസിനെയും കിട്ടിയതിന് ശേഷം എന്താണ് പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് ടു നോ ദ ആറ്റിറ്റ്യൂഡ്, എംപ്ലോയി പെർഫോമൻസിനെ കുറിച്ചിട്ടൊരു എന്താണ് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതാണ്
ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കാം. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു കൺസ്ട്രക്ട്. ഇറ്റ് ഈസ് കൺസിഡേർഡ് മോർ റിലയബിൾ ആണ്. ദിസ് സ്കെയിൽ പെർമിറ്റ്സ് ദ യൂസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് നോട്ടീസബിളി റിലേറ്റഡ് ടു ദ ആറ്റിറ്റ്യൂഡ് ബീങ് സ്റ്റഡി. സോ നമ്മൾ പഠിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്താണോ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് അതിനോട് നമുക്ക് എന്താണ് കറക്റ്റായിട്ട് യോജിച്ചു പോകുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെ യൂസ് ചെയ്യാൻ ഈ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഈ ഒരു സ്കെയില് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുന്നു. പെർമിറ്റ് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ഈസിലി ബി യൂസ്ഡ് ഇൻ റെസ്പോണ്ടൻറ്റ് സെൻറ്റേർഡ് സ്റ്റഡീസ്. റെസ്പോണ്ടൻസിനെ ഫോക്കസ് ചെയ്ത് നടത്തുന്ന സ്റ്റഡീസിൽ നമുക്ക് ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ലെസ് ടൈം ഇസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് ദ സ്കെയിൽ. ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് പറയുന്നത്? ദർ ഇസ് നോ ബേസിസ് ടു ബിലീവ് ദാറ്റ് ദ 5 പൊസിഷൻ ഇൻഡിക്കേറ്റഡ് ഓൺ ദ സ്കെയിൽ ആർ ഈക്വലി സ്പേസ്ഡ്. ഓരോന്നും തമ്മിൽ ഓരോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്, അതല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു സ്പേസ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. The total score of an individual respondent has little clear meaning since a given total score can be secured by variety of answer patterns. സോ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ റെസ്പോണ്ടൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള ടോട്ടൽ സ്കോർ എന്ന് പറയുന്നതിന് ഹാസ് നോ മീനിങ്. ബിക്കോസ് ഈ ഒരു ടോട്ടൽ സ്കോർ കൊണ്ട് നമുക്ക് ടോട്ടൽ സ്കോർ പല ആൻസറുകൾ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. സോ ദ ടോട്ടൽ സ്കോർ ഓഫ് എൻ ഇൻഡിവിജ്വൽ റെസ്പോണ്ടൻറ്റ്, ഒരു ഇൻഡിവിജ്വൽ റെസ്പോണ്ടൻ്റെ ടോട്ടൽ സ്കോറിന് അത്രയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സെമാൻറ്റിക് സ്കെയിൽസ് എന്ന് പറയുന്നത്. സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ മോർ ദാൻ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഹിയർ ദ വേർഡ്സ് ആർ യൂസ്ഡ്. ഈ ഒരു ടൈപ്പ് ഓഫ് സ്കെയിലിൽ നമ്പേഴ്സിന് പകരം വേർഡ്സ് ആയിരിക്കും. മേക്സ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് വേർഡ്സ് റാദർ ദാൻ നമ്പേഴ്സ്. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ആറ്റിറ്റ്യൂഡണൽ സ്കിൽസ്. റെസ്പോണ്ടൻസ് ഡിസ്ക്രൈബ് ദെയർ ഫീലിംഗ്സ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ബ്രാൻഡ്സ് ഓൺ സ്കെയിൽസ് വിത്ത് സെമാൻറ്റിക് ലേബിൾസ്. സോ നമ്മളുടെ ഒരു സ്കെയിലിൽ ഫുള്ളായിട്ട് ഈ പറഞ്ഞ മാതിരി നമ്പേഴ്സിന് പകരമായിട്ട് വേർഡ്സ് വരുന്നതിനെയാണ് സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒരു സ്കെയിൽ ഉണ്ടായിരിക്കും. ആ സ്കെയിലിൽ എക്സ്ട്രീംലി ഗുഡ് എന്ന് പറഞ്ഞിട്ട്, ഗുഡ് ബാഡ് എന്ന് പറഞ്ഞിട്ട് 2 എൻഡിലായിട്ട് കാണിക്കും. ആൻഡ് അതിൻ്റെ അതിൽ ഓരോ പോയിന്റുകളായിട്ട് വരുന്നത് എക്സ്ട്രീംലി, ക്വയറ്റ്, സ്ലൈറ്റ്ലി, നെയ്തർ, സ്ലൈറ്റ്ലി, ക്വയറ്റ്, എക്സ്ട്രീംലി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കെയിൽ ഫുള്ളായിട്ട് വരും. സോ അതിൽ വരുന്നത് ഫസ്റ്റത്തെ സെറ്റിൽ കാണിക്കുന്നത് എക്സ്ട്രീംലി ഗുഡ്, സ്ലൈറ്റ്ലി ഗുഡ്, ക്വയറ്റ് ഗുഡ് എന്നുള്ള രീതിയിൽ കാണിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്തർ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആയിട്ട് നിൽക്കും. ആൻഡ് നെക്സ്റ്റ് സെറ്റിൽ കാണിക്കുന്നത് സ്ലൈറ്റ്ലി ബാഡ്, ക്വയറ്റ് ബാഡ്, എക്സ്ട്രീംലി ബാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഒരു റീജിയൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. സോ ഹിയർ മോർ ദാൻ നമ്പേഴ്സിന് പകരം വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ സ്കെയിലുകൾ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് സ്കെയിൽ മേക്സ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് വേർഡ്സ് rather than numbers. Semantic differential scale എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ when bipolar adjectives are used at the end points of the scale, these are termed semantic differential scale. സോ നമ്മൾ ബൈപോളർ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്കെയിൽ ഫോം ചെയ്യാന്നെങ്കിൽ അതിന് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയും. അവിടെ അധികം വേർഡ്സിൻ്റെ യൂസ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് ബൈപോളർ അഡ്ജക്റ്റീവ്സിൽ 2 വേർഡ്സുകൾ ഉണ്ടായിരിക്കുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ ഇതിൻ്റെ നെക്സ്റ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട്, നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി മനസ്സിലാവും. This was developed by Osgood and his associates. The steps of the semantic differential scale are presented with reference to an organization. So ഇവിടെ ഒരു സ്റ്റെപ്സ് പറഞ്ഞിട്ടുള്ളത് ഓർഗനൈസേഷനെ റെഫർ ചെയ്തിട്ടുകൊണ്ടാണ്. സോ അതൊന്നും നോക്കാം നമുക്ക്. Identify the attributes on which the organization are to be judged by the respondents. Decide on the number of descriptive phrases and define them. Design a questionnaire containing semantic differential scale. Give the questionnaire to the respondents and seek their judgments. Sum the judgment scores of each attribute across respondents and find average. Plot the average score of each attribute on semantic differential scale. Semantic differential scale. സോ ഇതൊരു ഓർഗനൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു ഓർഗനൈസേഷനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആ ഒരു ഓർഗനൈസേഷൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓൺ വിച്ച് ദ ഓർഗനൈസേഷൻസ് ആർ ടു ബി ജഡ്ജ് ബൈ ദ റെസ്പോണ്ടൻസ്. ആ ഒരു ഓർഗനൈസേഷനെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസസ്, അതല്ലെങ്കിൽ ഈ ഒരു സ്കെയിലിൽ വരേണ്ട വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ
നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു ആൻഡ് വി ആർ ഡിഫൈനിങ് ദം. ദെൻ ഈ ഒരു സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഈ ഒരു ക്വസ്റ്റ്യനെയർ ഓരോ റെസ്പോണ്ടൻറ്റിനായിട്ട് കൊടുത്തതിന് ശേഷം അവരുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ജഡ്ജ്മെൻറ്റ് നമ്മൾ ആവശ്യപ്പെടുന്നു. ദെൻ ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ആ ഒരു സ്കോർ സം ചെയ്തതിന് ശേഷം വി ആർ ഗെറ്റിംഗ് ദ ആവറേജ് ഓഫ് ദിസ് ആട്രിബ്യൂട്ട്. ഓക്കെ, ആവറേജ് കണ്ടുപിടിക്കുന്നു. ദെൻ ഈ ഒരു ആവറേജ് എന്ത് ചെയ്യുന്നു, ഈ ഒരു സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിൽ പ്ലോട്ട് ചെയ്ത് പോകുന്നു. സോ വി ഗെറ്റ് ടു നോ ദ ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓർഗനൈസേഷനെ സ്റ്റഡി ചെയ്യുന്നത് ആട്രിബ്യൂട്ട് ബേസ്ഡ് ആണ്. ആ ഒരു ആട്രിബ്യൂട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, സ്കിമാറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ തന്നെയാണ്, അതൊന്ന് എനിക്ക് കൺഫേം ചെയ്യണം. ഓക്കെ ഫൈൻ. ഇതാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഹൗ ദ സ്കെയിൽ ലുക്സ് ലൈക്ക്. സോ ബൈപോളാർ അഡ്ജക്റ്റീവ്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇൻആക്സസിബിൾ, ടോട്ടൽ ആക്സസിബിൾ എന്ന് പറഞ്ഞിട്ട് വരും. ആൻഡ് അതിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് തന്നെയായിരിക്കും വരിക. ഈ നമ്പേഴ്സിന് പകരം നമ്മളിവിടെ വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എ കേസ് ഓഫ് സെമാൻറ്റിക് സ്കെയിൽ. സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ബൈപോളാർ അഡ്ജക്റ്റീവ്സിൽ മാത്രം വേർഡ്സ് വരുന്നതിനാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുന്നത്. ദീസ് ഓൾ ആർ എൻ എക്സാമ്പിൾ ഓഫ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ റേറ്റിംഗ് സ്കെയിലിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആറ്റിറ്റ്യൂഡ്സിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കണ്ടത് ഡിക്കോട്ടമസ് സ്കെയിൽ യെസ് ഓർ നോ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ടത് കാറ്റഗറി സ്കെയിലാണ്. കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്ന സമയത്തും എന്താണ് കാറ്റഗറീസ് ആയിട്ട് ഒരു മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടായിരിക്കും, അതിൽ നിന്നൊരു സിംഗിൾ റെസ്പോൺസ് നമ്മൾ എടുക്കുന്നതിനെയാണ് കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്നത്. ലിക്കർട്ട് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ 5 പോയിന്റ് സ്കെയിൽ. 5 പോയിന്റ് സ്കെയിലാണ്. കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റിന് നേരെയായിട്ട് സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള 5 പോയിന്റ്സുകൾ ഉണ്ടാവും. ഈ ഓരോന്നിനും ഓരോ പോയിന്റ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ റെസ്പോണ്ടൻറ്റിനോടും എന്ത് ചെയ്യാൻ പറയും, ഓരോ സ്റ്റേറ്റ്മെൻറ്റിന് നേർക്ക് അവരുടെ ഒപ്പീനിയൻ മാർക്ക് ചെയ്ത് പോകാൻ പറയും. ആൻഡ് ഫൈനലി വി കാൽക്കുലേറ്റ് ദ സ്കോർ. സോ നമുക്ക് എന്താണ് ടോട്ടൽ ഇൻഡിവിജ്വൽ സ്കോർ, അതല്ലെങ്കിൽ ടോട്ടൽ സ്കോർ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടുള്ള ടോട്ടൽ സ്കോറും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ അങ്ങനെ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും ലിക്കർട്ട് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞത് സെമാൻറ്റിക് സ്കെയിലാണ്. സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്കെയിൽ ദാറ്റ് വേർഡ്സ് ആർ യൂസ്ഡ് ദാൻ നമ്പേഴ്സ്. നമ്പേഴ്സിന് പകരം സ്കെയിലിൽ വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. When only in bipolar adjectives words are used and in other section numbers are used, it's known as semantic differential scale. Okay, so ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ആൾ.